ഏവർക്കും ഡെമോക്രാറ്റിക് മീഡിയയിലേക്ക് സ്വാഗതം. മാതൃരാജ്യത്തെ സ്നേഹിക്കാത്തവൻ എൻ്റെ സമുദായത്തിൽപ്പെട്ടവനല്ലെന്നും ഓരോ നാടിൻ്റെയും നിയമങ്ങളനുസരിച്ച് ജീവിക്കണമെന്നുമുള്ള മദ്രസയിൽ പഠിച്ച റസൂലിൻ്റെ വചനങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നെഴുതിക്കൊണ്ട് ഇസ്ലാമിൻ്റെ അന്ത്യം ഇന്ത്യയിൽ നിന്ന് സംഘികളെക്കൊണ്ട് വടികൊടുത്ത് അടിവാങ്ങിയ സിമിയുടെ പ്രവർത്തനത്തിലൂടെ ബാല്യകാലം ഹോമിച്ച KT ജലീലെ പ്രസ്താവനയും പ്രവൃത്തിയും തമ്മിൽ പുലബന്ധം പോലുമില്ലാത്ത തനിക്ക് മുസ്ലിം കുറ്റവാളികളെക്കുറിച്ച് പരിതപിക്കാൻ എന്ത് ധാർമ്മികാവകാശമാണുള്ളത്? മണ്ണിനോടും പൊന്നിനോടും പെണ്ണിനോടും പണത്തോടും അധികാരത്തോടും ആക്രാന്തമുള്ളവരുടെ കൂട്ടത്തിൽ മതമുള്ളവനും മതമില്ലാത്തവനും ഉണ്ട്. പക്ഷേ അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മതമില്ല ജലീലെ. അവരിൽ ചിലർ പാർട്ടിക്ക് വേണ്ടിയോ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ സ്വർണം കടത്താൻ ഖുർആനും ഈന്തപ്പഴവും ഉപയോഗപ്പെടുത്തും. അഴിമതിയോ സ്വേച്ഛാധിപത്യമോ ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ 51 വെട്ടിൽ പണി തീർത്ത് അവിടെ മാഷാ അല്ലാ സ്റ്റിക്കറും ഉപേക്ഷിക്കും. വിലക്കെടുക്കാൻ കഴിയാത്ത അധികാരകേന്ദ്രങ്ങളും ജുഡീഷ്യറിയും ഇല്ലാത്തിടത്തോളം കാലം തെളിവുകളുടെ അഭാവത്തിൽ അവർ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. കക്കുക, മുക്കുക, നക്കുക എന്ന നയമുള്ളവർ എല്ലാ പാർട്ടികളിലും മതങ്ങളിലും കുറച്ചുപേരെങ്കിലും ഉണ്ട്. എല്ലാ കുറ്റകൃത്യങ്ങളിലും കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത വർഗവർണ്ണങ്ങൾക്കുമപ്പുറം വ്യത്യസ്ത ഫോക്കസുകൾ രാജ്യത്തും സംസ്ഥാനത്തും പ്രവർത്തിക്കുന്നു. നേരിട്ടോ അല്ലാതെയോ പണമോ അധികാരമോ പാർട്ടി ബന്ധങ്ങളോ ഉള്ള കുറ്റവാളികൾ രക്ഷപ്പെടുന്നത് മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിലെ പിണറായിസ്റ്റുകളും മറ്റ് പാർട്ടികളിലെ അഴിമതിക്കാരും പോലീസിലെ അപൂർവം ചില കുറ്റവാളികളും ഒന്നുചേർന്ന ഈ പിണറായിസ്റ്റ് പണാധിപത്യ കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ട ലോക്കൽ കള്ളന്മാരെയും പിടിച്ചുപറിക്കാരെയും കുറിച്ചല്ലാതെ വൻകിട സെക്സ് മാഫിയകളെക്കുറിച്ചോ വൻകിട അഴിമതികളെക്കുറിച്ചോ വൻകിട മയക്കുമരുന്ന് റാക്കറ്റുകളെക്കുറിച്ചോ പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞവൻ ജീവനോടെ ഇരിക്കുമെന്ന് എന്ത് ഗ്യാരണ്ടിയാണ് ഈ കേരള സംസ്ഥാനത്ത് നിലവിലുള്ളത്? അത്രയും ഭയാനകമായ അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചവരെക്കുറിച്ച് ഒന്നും പറയാൻ നട്ടലില്ലാത്ത ജലീലെ, തിന്മകൾക്കെതിരെ ശബ്ദിക്കാൻ തനിക്ക് ധാർമ്മികമായ അവകാശമില്ലെങ്കിലും പ്രതികരിക്കുന്നുവെങ്കിൽ എല്ലാ പാർട്ടികളിലെയും മതങ്ങളിലെയും കുറ്റങ്ങൾക്കെതിരെ പ്രതികരിക്കുക. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് വിപ്ലവത്തെ പണാധിപത്യത്തിൻ്റെ ചങ്ങലക്കണ്ണുകളിൽ കോർത്തിണക്കി കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനും സ്വേച്ഛാധിപതിയുമായി പിണറായിസത്തെ തെളിവുകൾ കാണിച്ചു ഭയപ്പെടുത്തുന്ന സംഘി അജണ്ടയിൽ കുടുങ്ങി സംഘപരിവാറിനെ സുഖിപ്പിച്ച് കേസിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന പിണറായിസം ഊതി വീർപ്പിച്ച മുസ്ലിം കുറ്റകൃത്യങ്ങളും മലപ്പുറം കള്ളക്കടത്തുമടക്കം സംഘികൾക്ക് വേരോട്ടമുള്ള മണ്ണാക്കി കേരളത്തിലെ മാറ്റാൻ പിണറായിസം നടത്തുന്ന അപകടകരമായ പ്രസ്താവനകളിലൂടെ KT ജലീലെ, പിണറായിയുടെ പൃഷ്ഠം നീ താങ്ങിക്കോ, അതിൻ്റെ ഗുണം നിനക്ക് കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ അത് മുസ്ലിംകളോടുള്ള കരുതലിൻ്റെയോ ഉപദേശത്തിൻ്റെയോ കണ്ണീരൊഴുക്കിക്കൊണ്ടാവരുത് എന്ന് മാത്രം. ജയ് ഹിന്ദ്.